മുസ്ലിമീങ്ങൾ ഒന്നിക്കേണ്ടത് ആവശ്യമാണ് നാസർ ഫൈസി. അതിനു വേണ്ടി പലരും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ അതിലെ ആ ഒറ്റുകാരനായിട്ട് നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ വലിച്ചെറിയപ്പെടും. സമൂഹത്തിൻ്റെ നടുവിൽ തല്ല് കൊള്ളേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ മുസ്ലിം ഉണ്ടാക്കിയത്. ആ കളിയിൽ 1984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുന ശംസുൽ ഉലമയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലമായി സുന്നി ഐക്യം, സുന്നികൾ ഒന്നിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ കുലംകുത്തികളായിട്ട് അതിൻ്റെ ഐക്യശ്രമത്തെ തകർക്കുന്ന ചിലരുടെ പ്രവർത്തനങ്ങൾ കാരണം കൊണ്ട് അത് നടക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ ആരായിരുന്നു ഇതുവരെ ഐക്യശ്രമത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ആരാണ് അതിൻ്റെ തടയിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാസർ ഫൈസി കൂടത്തായി ഒരു ഫൈസി മുമ്പിലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തതുകൊണ്ടോ അദ്ദേഹത്തെ മാന്യനായിട്ട് കാണാനൊന്നും മുസ്ലിം സമൂഹത്തിന് സാധിക്കില്ല. നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഐക്യശ്രമത്തിന് തുളയിട്ടുകൊണ്ടിരിക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി. ഡെയിലി ഓരോ പോസ്റ്റുകളാണ്. ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയ, മുണ്ടുപാറ തുടങ്ങിയ മറ്റു സംസ്ഥയിലുള്ള അവർ ഉസ്താദിൻ്റെ ഈ അടുത്ത് നടന്ന ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട് തന്നെ അകറ്റിയവരെ രോഷത്തോടെ ആ ക്ഷുദ്രശക്തികളെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞല്ലോ. അത് ബാഹ്യശക്തികളാണ് എന്ന് തീർത്തും സമ്മതിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ, ഐക്യശ്രമത്തിലുള്ള പോസ്റ്റുകൾ എല്ലാവരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്തും നാസർ ഫൈസി കൂടത്തായി പറയാതിരിക്കാൻ പറ്റൂല. നിങ്ങളായിരുന്നു ഇതുവരെ ഇതിന് തടയിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരെ എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെ ആ പ്രവർത്തനവുമായി ഊർജ്ജസ്വലനായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ നമുക്ക് ആ ബാഹ്യശക്തി ആര് എന്ന് നമ്മുടെ കാസിമി ഉസ്താദ് പറയുന്നത് ആദ്യം കേൾക്കാം. ഒട്ടപ്രസമാതം ഞാൻ പങ്കെടുത്തോന അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ മജീദ് പറഞ്ഞാണ്ട പിരിഞ്ഞ് അങ്ങനെ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ മുസ്ലിം ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യസത്യാണല്ലോ. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 1982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 1984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുന ശംസുൽ ഉലമയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് പിത്തനുണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ഒരു കുറ്റല്ല, നേര് പറയാം. തകർന്നു. സുന്നികൾ രണ്ടായി. 1980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാര ഉള്ളത്? നിനക്ക് എന്തഭിമാനം 100-ാം വാർഷികം നടത്താൻ? ഇത്ര തോകടി 1980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരുണ്ടായിരുന്നു. ബൊമ്മനും മോളിയല്ല, എന്താ പറയാ. കറക്റ്റാണ്. കൊട്ടപ്പുറം സംവാദത്തിനു ശേഷം വഹാബികൾക്ക് നിലനിൽപ്പില്ലാതായപ്പോൾ കൃത്യമായിട്ട് കാസിം ഉസ്താദ് പറഞ്ഞല്ലോ, ആ വഹാബികൾക്ക് വേണ്ടി
അവർ 8 നിലയിൽ 8ഉം 10ഉം ഗ്രൂപ്പുകളായപ്പോൾ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി കൈപിടിച്ചവർ, രാത്രിയിൽ മീറ്റിംഗ് കൂടിയവർ, ഇവർ തന്നെയാണ് ഇന്ന് ഈ സുന്നി ഐക്യത്തിനെതിരെ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരാൾ ഇദ്ദേഹമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതല്ലേ നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം എല്ലാവർക്കും തെളിയുന്നൊരു കാര്യമാണ്. വഹാബികൾക്ക് നിലനിൽപ്പുണ്ടാവൂല സുന്നി ഐക്യം ഉണ്ടായാൽ. അത് തന്നെയാണ് ഇങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ കാരണം. അതുമൂലം നമ്മൾ തമ്മിൽ കുറ്റം പറയാനും സ്റ്റേജ് കെട്ടി മറ്റു വിഷയങ്ങളിൽ സംവാദത്തിൽ ഏർപ്പെടാനും തുടങ്ങിയപ്പോൾ നല്ല തടിച്ചു കൊഴുത്ത കോഴികളായിട്ട് വഹാബികൾ മാറി. അവർക്ക് അവരുടെ അടിത്തറ കൃത്യമായിട്ട് പാകാനുള്ള അവസരം അതിലൂടെ ലഭിച്ചു. അതാണ് അവരുടെ ലക്ഷ്യം. അതവർക്ക് സാധിപ്പിച്ചെടുക്കാൻ അവരുടെ ഈ തമ്മിൽ തെറ്റിപ്പിക്കൽ കാരണം കൊണ്ടുണ്ടായി എന്നുള്ളതാണ്. ആ സമയത്ത് തെറ്റാൻ ആരാഗ്രഹിച്ചോ അതേ ആഗ്രഹമാണ് നാസർ ഫൈസി നിങ്ങളും ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റുകാരെ കേരള സമൂഹം തിരുത്തിയെഴുതും, വലിച്ചെറിയും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് 89 ശേഷം സുന്നികൾ തമ്മിൽ പരസ്പരം വേദനകൾ പങ്കുവെക്കേണ്ട ഒരവസ്ഥയിലേക്ക്. പക്ഷെ ചരിത്രത്തിൽ നിന്ന് ലീഗ് വലിയ തോതിലാണ് ഒരു പഠിക്കേണ്ട ഒരു പാഠം ഉണ്ട്. ലീഗും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആവർത്തിക്കാൻ പാടില്ലാത്ത പാഠമാണിത്. 1989 തൊട്ട് ആദ്യത്തെ 10 കൊല്ലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. ഭീകരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് AP ഗ്രൂപ്പ്. എല്ലാ നാട്ടുംപുറങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ മദ്രസകളിലും വളരെ ക്രൂരമായിട്ട്. അറിയാലോ, ഈ പാവങ്ങളായ മുഅല്ലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഈ ആളുകള്, മുദരിസുമാര്, ഖാദിമാര് ചെറിയ ശമ്പളത്തിന്, അത് നാട്ടുകാരണവന്മാരുടെ ഔദാര്യത്തിന് നിൽക്കുന്നവരാണല്ലോ. അവരെയൊക്കെ ക്രൂരമായി പിരിച്ചുവിടുക, വീടുകൾ പട്ടിണിയിലാവുക, മാത്രമല്ല അവരെ ക്രൂരമായി പരിഹസിക്കുക. ഈവൻ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് സാർ. സാറൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതല്ലേ? അപ്പോ ധാരാളം അങ്ങനെ ഒരു കാലമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോരാടിയ കാലമാണ്. സ്വന്തം ജനതയെ കൂടെ നിർത്താനും അവരെ രക്ഷിക്കാനും അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കാനും അവരെ ഒരു പുതിയ അന്തസ്സുറ്റ സമൂഹമാക്കി വളർത്താനും കേരളത്തിൽ. അതുകൊണ്ടാണ് പലരും പലപ്പോഴും പറയുന്നത് കേരളത്തിലെ സമീപകാല നവോത്ഥാനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് മുസ്ലിംകൾക്കിടയിൽ. കാരണം ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ചു. കറക്റ്റാണ്. തീയിൽ കുരുത്തവൻ വാടൂല, നല്ല ഹിമ്മത്തോടെ. ഇന്നിപ്പോ ഒരു സുന്നി ഐക്യം ലയനുണ്ടായത് കൊണ്ടൊന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ സമസ്തയിലുള്ള ഒരാൾക്കും ഒരു നാട്ടം ഉണ്ടാവുന്നു, ഒരാൾക്കും പ്രതീക്ഷയില്ല. അവർക്ക് വേണ്ടതൊക്കെ കൈവരിച്ചു കഴിഞ്ഞു. ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ, ദീനി സ്ഥാപനങ്ങൾ, ഇഷ്ടം പോലെ ആലിമീങ്ങൾ, ഇഷ്ടം പോലെ അനുയായികൾ. എന്നിട്ടും നമ്മളത് ആഗ്രഹിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് അത് ആവശ്യമായതുകൊണ്ടാണ്. ഫാസിസം തലക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ മതേതരത്വം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഒന്നിക്കേണ്ടത് ആവശ്യമാണ്. നാസർ ഫൈസി, അതിനു വേണ്ടി പലരും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ അതിലെ ആ ഒറ്റുകാരനായിട്ട് നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ വലിച്ചെറിയപ്പെടും. സമൂഹത്തിൻ്റെ നടുവിൽ തല്ല് കൊള്ളേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്.